നമുക്ക് എത്ര ഹൃദ്യമായിട്ടാണ് തോന്നുക. എന്നിട്ട് നമുക്ക് പിന്നെ അത് പ്രാക്ടിക്കലാക്കാനുള്ള ഒരു ഏരിയ കൂടി പറയുകയാണെന്ത്, നമ്മൾ ധാരാളം വാക്കുകൾ പതിവായിട്ട് പറയാറുണ്ട്. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മളെയൊക്കെ സംസാരങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ പറയുമ്പോൾ പിന്നെ ചില ആളുകളൊക്കെ പറയും നിങ്ങൾ അതെ 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 എന്ന് പറയുന്ന വാക്ക് കുറേ തവണങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതുപോലെ അതുപോലെ എന്ന് പറയുന്ന വാക്കുകൾ സാധാരണയായിട്ട് നിങ്ങൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറയാം. അപ്പോൾ ഇനി നമ്മൾ ബോധപൂർവം ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു സംഗതിയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് പിന്നെ അദ്ദേഹം പറയാണ്, ഞാനൊരു യാത്ര പോയിരുന്നു. അപ്പോൾ യാത്ര പോകുന്ന സമയത്ത് എനിക്ക് മനോഹരമായൊരു പുസ്തകം ഞാൻ വായിച്ചു. അങ്ങനെ എനിക്കതൊരു ഹൃദ്യമായൊരു അനുഭവമായിട്ട് തോന്നി. അതിലെ ഓരോന്നും എനിക്ക് പിന്നെ ആ പുസ്തകം ഭയങ്കരമായ എനിക്ക് ഒരു മനസ്സിൽ സ്വാധീനം ഉണ്ടാക്കി. ഉം. അങ്ങനെ ഞാൻ അതിൻ്റെ പാരായണത്തിന് ശേഷം ആ പുസ്തകം ഞാൻ മുഴുവനായിട്ട് വായിച്ചു തീർത്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പിന്നെ എഴുതിയ ഓതറുടെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിൻ്റെ നമ്പർ ഉണ്ട് അതിൽ. അപ്പോൾ ആ നമ്പർ എടുത്ത് ഞാൻ എന്ത് ചെയ്തു, അത് എഴുതിയ ആൾക്ക് ഞാനൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജിൽ ഞാൻ ഇപ്രകാരം കുറിച്ചു വെച്ചു: നിങ്ങളുടെ പുസ്തകം അതിമനോഹരം. അത് വായിക്കാൻ എനിക്ക് അവസരം ലഭിച്ചില്ലായിരുന്നുവെങ്കിൽ അത് വളരെ നഷ്ടമായേനെ എന്നൊരു മെസ്സേജ് അയച്ചു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ശുക്രൻ ലക്കും, നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞു. ആ വാക്ക് നമ്മൾ പ്രത്യേകം ചെയ്തിട്ട് ശുക്രൻ ലക്കും, നിങ്ങൾക്ക് നന്ദി എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അതിന് പിന്നെ വന്ന മെസ്സേജ്, ആ ഓർഡർ തിരിച്ച് ഇയാൾക്കൊരു മെസ്സേജ് അയക്കാണ്. ഞാനിപ്പോൾ എവിടെയെന്നറിയാമോ? ഞാൻ ആശുപത്രിയിലാണ്. ഉം. അപ്പോൾ പിന്നെ ഡോക്ടർ വരുമ്പോഴും മരുന്ന് തരുമ്പോഴും ഉണ്ടാകുന്ന സുഖത്തേക്കാൾ ഒരു വലിയൊരു സന്തോഷവും സുഖവുമാണ് നിങ്ങളുടെ മെസ്സേജ് കിട്ടിയപ്പോൾ എനിക്ക് കിട്ടിയത്. എന്നിട്ട് അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ശുക്രല്ലക്കും. അപ്പോൾ ആ വാക്ക് എൻ്റെ ശ്രോതാക്കൾ അടിവരണ്ടണം. രണ്ടാമത് അദ്ദേഹം പറയുന്നൊരു സംഭവം, ഞങ്ങളൊരു യാത്രക്കിടയിൽ ഒരു പമ്പിൽ കയറി, എണ്ണ അടിക്കാൻ വേണ്ടി പമ്പ് കയറി. അപ്പോൾ ആ പമ്പിലെ സംവിധാനങ്ങൾ വളരെ മനോഹരമാണ്. മനോഹരം എന്ന് പറഞ്ഞാൽ എന്ത് ആവശ്യത്തിനും അവിടെ ഇപ്പോൾ ഒരു വിശ്രമിക്കാൻ വരെ അദ്ദേഹം അതിൽ എഴുതിയിട്ടുണ്ട്, മൊബൈൽ ചാർജ് ചെയ്യാൻ. ടോയ്ലറ്റിൽ മിക്കവാറും എല്ലാം പിന്നെ ഇതിലും ടോയ്ലറ്റുകൾ സംവിധാനങ്ങളുണ്ട്. അതേപോലെ തന്നെ ബാക്കിയുള്ള നമുക്ക് വെള്ളത്തിന് വെള്ളം അങ്ങനെ ഇതൊക്കെ ഉണ്ട്. അങ്ങനെ പിന്നെ അദ്ദേഹം അതിങ്ങനെ ആ പമ്പ് വളരെ വിശാലമാണ്. അദ്ദേഹം അതിങ്ങനെ ചുറ്റി നടന്ന് കണ്ടപ്പോൾ അതിൻ്റെ ചുമരിൽ അതിൻ്റെ ഓണർ, ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരുക്കിയ സൗകര്യങ്ങളിൽ പരിമിതി ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഉം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, പിന്നെ വിളിച്ചു. അതിൽ മെസ്സേജ് അയച്ചു, ഉം. ഞാൻ എൻ്റെ പിന്നെ ഒരു പിന്നെ യാത്രക്കിടയിൽ നിങ്ങളുടെ പമ്പിൽ കയറി. വളരെ ഹൃദ്യമായ ഒരു ആതിഥേയത്വ മര്യാദയാണ് നിങ്ങൾ കാണിച്ചിട്ടുള്ളത്. വെറും നിങ്ങളൊരു പിന്നെ കച്ചവടക്കാരൻ എന്നതിനേക്കാൾ ഉപരിയായിട്ട് അവിടെ വരുന്ന ഓരോ കസ്റ്റമറിനും വേണ്ടുന്ന സൗകര്യങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. ശുക്രൻ ലക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ മെസ്സേജ് വന്നു, അയച്ച നമ്പറിൽ നിന്ന് മെസ്സേജ് വന്നു: ഞാൻ ഒരുപാട് കാലമായി ഈ പമ്പ് തുടങ്ങിയിട്ട് സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് ഇതുവരെ പോലും എനിക്ക് എന്ത് ചെയ്തിട്ടില്ല, ഒരാൾ പോലും ഈ നിങ്ങൾ ഉപയോഗിച്ച ഈ ശുക്രൻ എന്ന് പറയുന്ന ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇത് എന്ത് ചെയ്യുന്നു, എൻ്റെ മനസ്സിലേക്ക് വരുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന് റിപ്ലൈ അയക്കണം. എന്നിട്ട് അതിൽ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്, നിങ്ങൾ എന്ത് ചെയ്യുക, ധാരാളമായിട്ട് ഈ ശുക്രൻ എന്നുള്ള വാക്ക് നിങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിക്കുക. അതൊരു പോസിറ്റീവ് എനർജിയാണ്. ഇപ്പം നമ്മൾ തന്നെ ഒരാൾ നന്നായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ഹൃദ്യമായിട്ടാണ് തോന്നുക. എന്നിട്ട് നമ്മൾ പിന്നെ അത് പ്രാക്ടിക്കലാക്കാനുള്ള ഒരു ഏരിയ കൂടി പറയണത് നമ്മുടെ മക്കളോട് പറയാം. അവരൊരു നല്ല കാര്യം ചെയ്താൽ ശുക്രൻ. നിങ്ങളുടെ ഭാര്യയോട് പറയും നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങളുടെ മാതാപിതാക്കളോട്, ഭയങ്കര അതേപോലെ തന്നെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു വാക്കാണല്ലേ അത്? അതുമാത്രമല്ല, ഒരു പിന്നെ നമ്മൾ പിന്നെ ഇത് വായിച്ചതിന് ശേഷം ഇപ്പം നമുക്കൊക്കെ നമ്മളതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുമല്ലോ. ഇപ്പം നമ്മൾ പിന്നെ ഈ മലയാളികളെ സംബന്ധിച്ചിടത്തോളം പിശുക്കന്മാരാണ്. മനസ്സിൽ നിറയെ കടപ്പാടുകളുണ്ടാകും, നന്ദികളുണ്ടാകും. പക്ഷേ പിന്നെ പ്രകടിപ്പിക്കൂല. അത് ഇപ്പോൾ ചില ആളുകൾ പറയും, എന്തെന്നത് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിൽ കൊണ്ടു നടക്കാനുള്ള ഒരു സാധനമല്ലല്ലോ അത് പ്രകടിപ്പിക്കാനുള്ളതല്ലേ. ഇപ്പോൾ നമ്മൾ പിന്നെ ഇപ്പോൾ ഒരു ഹിന്ദി പിന്നെ ആൾക്കാരൊക്കെ ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അവർ പിന്നെ നമ്മളൊരു പിന്നെ വളരെയധികം പിന്നെ നമുക്ക് പിന്നെ നഷ്ടപ്പെട്ടു പോകുന്ന ഭാഷയിൽ നഷ്ടപ്പെടുന്നു. ജി
അടുത്ത അവർ ചോദിക്കുന്നത് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് പിന്നെ അങ്ങനെ ഒരു വാക്ക് നമുക്കതിൽ കേൾക്കാം. അതേപോലെ തന്നെ ആതിഥ്യ മര്യാദകൾ സമൃദ്ധമായ സദ്യ പോലെ വിളമ്പുന്നവരാണ് അറബികളായിട്ടുള്ള ആളുകൾ. ഉം. അവരുടെ കാണുമ്പോഴും അതേപോലെ തന്നെ അങ്ങനത്തെ സംഗതികളിലൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ടും പിന്നെ ഈ ഒരു ചിന്തയിലൂടെ പങ്കുവെക്കാനുള്ളത് ശുക്രൻ ലക്കും. നമ്മളുടെ വാക്കുകളിൽ സാധാരണ പതിവായിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളിൽ കൂടുതലാക്കാൻ ഇത് ശ്രദ്ധിക്കുക. ശുക്രല്ലക്കും, നിങ്ങൾക്കൊരു താങ്ക്സ്, നിങ്ങൾക്കൊരു നന്ദി. അപ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ പലയിടങ്ങളിൽ നിന്നും നിത്യേന എന്നോണം കിട്ടിക്കൊണ്ടിരിക്കുന്നു. അവരൊക്കെയും ഇത് അർഹിക്കുന്നുണ്ട്. ശരിക്കൊരു പിന്നെ കൂടിക്കൂടി കണക്കിന് രൂപയേക്കാൾ ചിലപ്പോൾ മൂല്യം വരും ഇതിന്. ഇപ്പം നമ്മൾ നല്ലൊരു ഒരു കുട്ടി, നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഒരു കുട്ടി എന്തെങ്കിലും ഒരു ഉപകാരം, നമ്മുടെ ചെരുപ്പ് നന്നാക്കി തന്നു, അല്ലെങ്കിൽ ചെരുപ്പ് കഴുകി വെച്ചു, അല്ലെങ്കിൽ നമുക്ക് ഇസ്തിരി ഇട്ട് തന്നു. അപ്പം അതിനെക്കുറിച്ച് ഇത്ര പിശുക്കന്മാരാണെങ്കിൽ നമ്മൾ ആ പിശുക്കാതെ വളരെ മനോഹരമായൊരു ചിന്തയാണത്. അതൊരു നന്നായിരിക്കുന്നു എന്ന് പറയുന്നത്. ആ ശുക്രൻ ലക്കും നമ്മൾ നമ്മുടെ മക്കളോട് പറയുമ്പോൾ, ഭാര്യയോട് പറയുമ്പോൾ, അതെ സുഹൃത്തുക്കളോട് പറയുമ്പോൾ, അയൽക്കാരോട് പറയുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം അതെ എന്താണ്, ഇത് അംഗീകരിച്ചു. ഉം. ഞാൻ ചെയ്ത ഈ ഒരു കർമ്മം, ഒരു കൃത്യം അവർ അംഗീകരിച്ചിട്ടുണ്ട്, അവർക്കത് തൃപ്തിപ്പെട്ടിട്ടുണ്ട്, അതെ അവർക്കത് വെറുപ്പുണ്ടാക്കിയിട്ടില്ല, അവർക്കത് സന്തോഷമായിട്ടുണ്ട്. ഉം. നമ്മളങ്ങനെയാണല്ലോ. അതൊരു വല്ലാത്തൊരു പോസിറ്റീവ് എനർജിയാണ് അതെ ഹസൻ അൻസാരി പങ്കുവച്ചത്. മാഷാ അല്ലാ. മാഷാ അല്ലാ. അപ്പം നമ്മൾ എന്ത് ചെയ്യുക, ഇത് ബോധപൂർവം നമ്മുടെയൊക്കെ സംസാരങ്ങളിൽ എന്ത് ചെയ്യുക, ശുക്രൻ. ശുക്രൻ ലക്കും, ഈ മാഷാ ഒരു സംഗതി നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കും. ഏതായിരുന്നാലും വളരെ മനോഹരമായ ഒരു ചിന്ത താങ്കൾ നമുക്ക് ഇന്ന് പങ്കുവെച്ച് തന്നതിന് ശുക്രൻ ലക്കും.